ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോക്കൂ, നമ്മൾ എവിടാണുള്ളത്? വീട്ടിൽ. ഇപ്പോൾ എന്നെ കുറച്ച് ദിവസം മുമ്പ് കുറ്റിയും പറിച്ച് അങ്ങോട്ട് വന്ന് തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, എന്തിനാണ് ലൈസൻസ് ടെസ്റ്റ് ആണ് 16-ാം തീയതി. ആക്ച്വലി 16-ാം തീയതി എനിക്ക് ലൈസൻസ് ടെസ്റ്റ് ആണോ നിങ്ങളോട് പറയേണ്ടതെന്ന് ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു. ലാസ്റ്റ് ടൈം വിചാരിച്ചു ലൈസൻസ് ടെസ്റ്റ് ആണ്. അല്ല, കണ്ണു വെക്കുന്നോളണ്ടല്ല. 16-ാം ഇവിടെ ഇടരി കാണത്തില്ല തന്നെ. കർച്ചീഫ് രാവിലെ കണ്ണ് വെച്ചു നീരായിട്ട്. ലൈസൻസ് ടെസ്റ്റ് ആണോ അല്ലേന്ന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് കുറെ വട്ടം വിചാരിച്ചു. കാരണം പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും പറയേണ്ടി വരുമല്ലോ. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, പൊട്ടിയെങ്കിൽ പൊട്ടിയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം? പക്ഷെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഓടിക്കും. നാണവമാനം ഉണ്ടോടാ? ഞാനില്ലേടാ ഓടിച്ചോണ്ട് വന്നേ. ആരും കൂടെ ഉണ്ടായിരുന്നു, എന്നാലും സ്റ്റിൽ ഞാൻ ഓടിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഞാൻ വണ്ടി ഓടിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം ഒന്നുമില്ല, ഒരു നോർമൽ ഡെയിലി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഉമ്മച്ചി അത്താ 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 അതിന്റെ സൗണ്ട് ഉറക്കേ. കഥ ഒന്ന് ചാരുവോ? തുറക്കുക. ഓക്കെ, അപ്പം നമുക്കിന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇതിന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുവോ? നമുക്കിന്നൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താന്ന് വെച്ചാൽ, ഉമ്മാക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ഫോൺ വാങ്ങിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കേൾക്കാൻ പറ്റുമോ ആദ്യമേ നോക്കട്ടെ. കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് വരാൻ നേരത്ത് ഞാൻ ഒരു ഫോൺ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ മെനഞ്ഞാന്ന് രാവിലെയാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഫോൺ ഇതുവരെ ഉമ്മയെ കാണിച്ചിട്ടില്ല. സോ ഇപ്പം നമ്മൾ ഉമ്മക്ക് ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകണം. വലിയ കൂടിയ ഫോണൊന്നുമല്ല, ഒരു നോർമൽ ഫോണാണ് കേട്ടോ. നത്തിങ്ങിൻ്റെ ഒരു ഫോണാണേ. അപ്പം ഞാനിപ്പം ഉമ്മയെ വിളിക്കുമ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എൻട്രി മാങ്ങയായിട്ട് വരാമെന്ന്, പഴുത്ത മാങ്ങയായിട്ട് വരാമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം പൊന്നുവിനോട് എന്താണ്ട് തീരെ പറ്റുന്നില്ല. അപ്പോൾ പൊന്നുവിനോട് ഞാൻ നിനക്ക് തരാൻ പോകുന്ന കോഡ് എന്താണെന്ന് വെച്ചാൽ, പൊന്നു ചുണ്ടി ലിപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ആ സാധനം എടുത്തുകൊണ്ട് വരണം. ഓക്കെ, നമ്മുടെ പ്ലാനൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, പോയിട്ടോ. ഉമ്മച്ചി ഒരു മിനിറ്റ്. ഇപ്പോൾ ആദ്യമേ ട്രൈപോഡ് നിർത്തുന്നുണ്ട്. ആ ഇതിന്റെ കീഴിലുണ്ട് ട്രൈപോഡ്. ഇവിടെ ഇതിന്റെ ഏതിന്റെയാണെന്നറിയാവോ? സ്റ്റെപ്പിന്റെ താഴെ ഇരിപ്പുണ്ട്. മിക്കവാറല്ല കുറച്ചുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഹായ് പരേടി പൊന്നെ, ഹായ്. ആഹാ, ട്രൈപോഡ് എന്താ ഇങ്ങനെയൊക്കെ? ഒരു സെക്കൻഡ് ഇതൊന്ന് ശരിയാക്കട്ടെ. എച്ചെടുക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ഗ്രൗണ്ട്സിലേക്ക് പോകണം. പിന്നെ വേറെ പ്രത്യേകിച്ച് മണിയൊന്നുമില്ല. ഇവിടെ കുറച്ച് മാങ്ങയും ചക്കയൊക്കെ ഇരിപ്പുണ്ടത് വെട്ടിക്കീറി തിന്നണം. റിയോയെ ഒന്ന് കുളിപ്പിക്കണം. ഭലേ ബേസായിട്ടിരിപ്പുണ്ട്. ആഹാ, മോൻ തന്നെ ഉണ്ടോ? ആരാ മക്കനെ മോന്റെ നക്കിയത്? ഉമ്മച്ചി മാങ്ങ നിർത്തി തരോ? ആ കണ്ടോ, പ്രൊഫഷണൽ ആക്ടറാ. മൊണ്ണ ഇരിക്കാതെ എന്തേലും പകർന്ന് പറയാ. അത്ത അവിടെ പപ്പുനെ കുളിപ്പിക്കുക. ഞങ്ങൾക്ക് വേറൊരു പട്ടിയും കൂടെ ഉണ്ട്. അവനിപ്പം എത്ര വയസ്സായി കാണും? 10-13 വയസ്സുണ്ട് കേട്ടോ. ഇപ്പോഴും കണ്ടോ? അവിടെ ഇച്ചിരി ലിപ്സ്റ്റിക് എടുത്ത ഇവിടെ ഇരിമ്മ. ഇവിടെ ഇത് ആക്ച്വലി പണ്ട് എൻ്റെ കൊച്ചിലെ ഞാൻ അക്കരെ താമസിക്കുന്ന സമയത്ത് ഒരു കാടും മലയൊക്കെ ഇറങ്ങി ഞാൻ പോയി രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലും രാവിലെ ഞാൻ പോയി പറക്കിക്കൊണ്ടിരുന്ന മാങ്ങയായിരുന്നു. ഇവർ ഞാൻ കാണാം എൻ്റെ തൊലിയൊക്കെ ചെത്തി കാണും.
അപ്പം ഇതിൻ്റെ പേരാണ് പേരയ്ക്കാൻ മാങ്ങ കേട്ടോ. സോ ഞാനത് സെറ്റ് കാണിച്ചു തരാം. പുറത്തോ എന്തത് ഫോണല്ലാതെ എൻ്റെ വീട്ടിലെല്ലാവർക്കും പിന്നെ ഭയങ്കര എക്സ്പ്രസീവ് ആയതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. നീ പുറത്തു എന്ന് പറഞ്ഞേ. കടിക്കരുത്, എനിക്കത് ചെത്തുന്ന കാണിക്കണം. പിന്നെ കടിക്കലേ പറ്റൂ. നല്ല മണം കാണും. മണത്തോ അവിടെ നല്ലമ്മ. ഒരു സർപ്രൈസ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതിനൊരു സർപ്രൈസ് എന്നാണ് എൻ്റെ പേര്. കണ്ടോ, ഇവിടെ ഇത്രയും വലിയ സർപ്രൈസ് എടുക്കുമ്പോ അപ്പുറത്തുനിന്ന് അക്ക വായിക്കോട്ടെ കുളിപ്പിക്കണ്ടേ? ഇങ്ങോട്ടത്തില്ലേ വെള്ളം ഒഴിക്കട്ടെ? നിങ്ങൾ കാണുന്നുണ്ട് ഇരുമ്പൊക്കെ വെച്ച് അടിക്കും. മനുഷ്യനെ ഓക്കെ. ഐഫോൺ ഒന്നും അല്ല, നോർമൽ ഫോണാണ്. നത്തിങ്ങിന്റെ ഒരു ഫോണാണ് അത്. പെട്ടെന്ന് 3 ക്യാമറ ഉണ്ട്, 3 ജില്ലി ഇച്ചിരി പൊക്കി വെച്ച് പൊട്ടിക്കാമോ? ഇങ്ങനെയൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പൊന്നോ എന്തുവാ പൊന്നോ? എടാ എന്തു ഞാൻ എത്ര വട്ടമായിട്ട് പറഞ്ഞു പോയാണ് പൊന്നോടുത്തോണ്ട്. എന്തോ പൊന്നു ഞാൻ എത്ര വട്ടം പറഞ്ഞു വിടുന്നേ പൊന്നു കഴിക്കലേന്ന് പൊന്നു. ഞാനൊരു 100 വട്ടം പറഞ്ഞത്, നീ മനഃപൂർവ്വം ചെയ്തായിട്ടോ. ഞാൻ 100 വട്ടം പറഞ്ഞത് പൊട്ടി കഴിക്കലേ. നീ പോയാണെടുത്തോണ്ട്. ഞാനൊരു 150 വട്ടം പറഞ്ഞതാ പൊന്നു അത് കഴിക്കല്ലേ, അത് വീഡിയോ എടുക്കാൻ എനിക്ക് കാണിക്കണം. വേറെ എവിടെ ഞാൻ എടുത്തോണ്ടോ എന്റെ മാങ്ങ? വേറെ എടുത്തോണ്ടോ മാങ്ങ? വേറെ എടുത്തോണ്ടോടാ മാങ്ങ? വേറെ എടുത്തോണ്ടോ? നീ വേറെ എടുത്തോണ്ടോ? ബാക്കി കഴിച്ചാൽ വേറെ എടുത്തോണ്ടോ? വേറെ എടുത്തോണ്ടോടാ നീ മാങ്ങ? ഞാനൊരു 10,000 വട്ടം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞോ പൊന്നു അത് കഴിക്കല്ലേ, ഞാനത് കട്ട് ചെയ്തിട്ട് നിനക്ക് തരാ, എനിക്ക് വേണ്ടെന്ന്. പൊന്നു തോന്നിയാസം, ഒരുപാട് തോന്നിയാസം കാണിക്കരുത്. അതെന്തിനാട്ട് ഊങ്ങി വെച്ചേക്കുവാ? നിങ്ങളത് കാണിരുമ. സോ ഗൈസ് ഇതാണ് ഫോൺ. ഇതിനകത്ത് പക്ഷേ ലൈറ്റ് ഒന്നും പറ്റില്ല കേട്ടോ. നത്തിങ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒരു നത്തിങ് എന്ന് പറയുന്നത്. ഓണാക്കിയപ്പോഴേ ഒന്നും ഇല്ലേ? ഇതിനകത്ത് ഒരു എഴുതി കാണിക്കുന്നത് അവരുടെ ഇത് കമ്പനിയാണ്. നത്തിങ്, ഈ ഫോണിന്റെ പേര് നത്തിങ്. ഇതിന്റെ കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. ചാർജ് ചെയ്യാനിടണം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ ഫോൺ മാത്രമേ ഉള്ളൂ, ചാർജർ ഒന്നും ഇല്ല ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്തുണ്ട്. ഫോൺ പിടിച്ചാണോ? ഒരു ഫോൺ കേസ് വന്നിട്ടുണ്ടെന്നാ പിടിച്ചോ. ഫോൺ കേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോൺ കേസിന്റെ എമ്പോഴൊക്കെ സെപ്പറേറ്റ് മേടിച്ചു. ഒരു ചാർജറിന്റെ വയറ് ഇത്രേ ഉള്ളൂ ഈ ഫോണിനകത്ത്. സ്വയ പരാതി കഴിഞ്ഞില്ലേ? ഫോൺ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ മാങ്ങ കഴിച്ചു, അങ്ങനെ അടിയായി. പിന്നെ ഞാൻ റൂമിനകത്താണ്. അത്ര റിയാക്ട് ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലല്ല ഞാനിപ്പോൾ. ഇതിൽ കൂടുതൽ റിയാക്ട് ചെയ്യണമെന്നുള്ള തോന്നലാണ് ഞാനിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ റൂമിൽ കയറിയത്. എനിക്ക് വിഷമം വരുന്നു, ദേഷ്യം വരുന്നു. ഒരു മാങ്ങയ്ക്കാണോ എന്ന് വെച്ചാൽ അതേ മാങ്ങയ്ക്കാണ്. ഇനി കുറേ എണ്ണം പറയുമായിരിക്കും ഞാൻ മാങ്ങിക്ക തന്നെയാണ് അടി ഉണ്ടാക്കുന്നത്, മാങ്ങിക്ക തന്നെയാണ്. ഞാൻ അത് ടേസ്റ്റ് ചെയ്തു പോയി. ഇത്ര നാളായെന്ന് പറയുമ്പോൾ ഞാൻ തിന്നിട്ട്
ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ വീഡിയോ എടുക്കാം. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ല. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ കൊച്ചിലെ ഞാൻ കഴിച്ച മാങ്ങയും പിന്നെ ഞാൻ ആ മാങ്ങ കഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള പേരയ്ക്ക മാങ്ങ എന്നാണ് അതിനെ പറയുന്നത്. എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയത്തില്ല. ഒരെണ്ണം ആറ്റുനോറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ് രാവിലെ കൊണ്ടുവച്ചതാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞത് കട്ട് ചെയ്യില്ലേ, ഞാൻ വ്ളോഗിനകത്ത് എനിക്കത് കാണിക്കണം, എൻ്റെ പഴയ കഥകളൊക്കെ പറയണം, എൻ്റെ ടേസ്റ്റ് എനിക്ക് എൻജോയ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറയാം. പൊന്നു അത് മൊത്തം തിന്നു. എനിക്ക് ഞാൻ കുറച്ച് കഴിയുമ്പം വീഡിയോ എടുക്കാം. എച്ചെടുക്കാൻ പഠിക്കാനും പോകണം. കുറച്ച് കഴിയുമ്പോൾ പോകാം. ഇപ്പോഴത്തെ മൈൻഡ് സെറ്റിൽ പോയാൽ ശരിയാകത്തില്ല. പൊന്നുനെ വിളിച്ചുകൊണ്ടാ പോകണ്ടേ. വഴക്കുണ്ടാക്കി തീർന്നിട്ട് വേണം പൊന്നിനെ വിളിച്ചുകൊണ്ട് പോകാൻ. പൊന്നു ആ മാങ്ങ കഴിച്ചതാ. ഒരു 100 കുറേ വട്ടം അത്ത ഇവിടെ എടുത്തോണ്ട് ലാസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. ഇവിടെ മാങ്ങ സീസൺ കഴിഞ്ഞ് ഇവിടെ മാങ്ങയില്ല. ഇന്നലെ ആകെ 2-3 കുറച്ച് മറ്റേ നാട്ടുമാങ്ങ അറിയാമോ, കുഞ്ഞത്, അതാകെ എനിക്ക് 5-6 ഉമ്മച്ച് മാറ്റി വെച്ചിരുന്നത്. ഞാൻ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ വേറെ മാങ്ങ കഴിച്ചിട്ടില്ല. അവിടെ കിട്ടുന്ന കുറേ അലത്ത മാങ്ങയാണ്. പിന്നെ വരാം. ബൈ. ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊള്ളാമല്ലോ. അപ്പൊ ആ വീട്ടിൽ മാങ്ങ കഴിക്കാൻ വീണ്ടും പോയി. എന്റെ കൊച്ചുങ്ങൾ മാങ്ങയ്ക്ക് കറിയിച്ചിരിക്കുന്ന അമ്മ നിങ്ങൾ എത്തിയപ്പോ മാങ്ങയ്ക്ക് കറിയിച്ചിരിക്കുന്ന അങ്ങനെ പറയരുത്. മാങ്ങ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ 2 മാങ്ങയും കൂടെ തന്നേ പറ്റൂ. എന്റെ പിള്ളേർ 2ഉം കറിയിച്ചിരിക്കുക. കൊണ്ടുപോയ മാങ്ങ അവൻ തിന്ന്. കൊച്ചു കറി എനിക്ക് മാങ്ങ വേണ്ട, എനിക്ക് വേണ്ട, കറി എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്നോട് കൂട്ട് കൂടിയേ പറ്റൂ. കൂട്ട് കൂടണം. ഞാൻ ഇതെല്ലാം എടുത്ത് വീഡിയോയിലിടും. വീഡിയോ ഇട്ടോ നിനക്ക് എനിക്ക് നടക്കില്ല. കൊച്ചു പിള്ളേരെ സാധാരണ ഇങ്ങനെ പണങ്ങിയിരിക്കുന്നത്. അമ്മ എനിക്ക് മാങ്ങ വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാലും മാങ്ങയിലാട്ടോ നോട്ടം എനിക്കറിയാം. നിങ്ങൾ പോയാണ്. എനിക്ക് മാങ്ങ വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ തിന്നത്തില്ല. മണം കേട്ടോ അമ്മ പോയാണ്. വെള്ളം എനിക്ക് പൊന്നോ പൊന്നോ ഈ മാങ്ങ തിന്നെ. എനിക്ക് വേണ്ട. നിങ്ങൾ മോനെടുക്കൂടെ? മോനെടുക്കൂടെ? മോനും വേണ്ട. മോന് വേണ്ടെങ്കിൽ മോൻ തിന്നണ്ട. പിന്നെ വായിക്കൂടെ. ഇതെന്തൊരു കഷ്ടമായിരിക്കും. എന്തായാലും ഇനിയിപ്പോ കൊതി വരും. ഒന്നെങ്കിലും കിട്ടിയാ ആയിരിക്കണം. പിന്നെ പിന്നെ അവര് ഒരെണ്ണം തന്നേന്തോ നേരത്തെ. അപ്പൊ ഇതോ മാവ് കുലിക്കോ? അത്തായ മാവ് കുലുക്കി മാങ്ങ എടുത്തിട്ടുണ്ടോന്ന് കറിയിച്ചു പോന്ന്. എനിക്ക് നീ വേണ്ട. കൊച്ചു പിള്ളേർ പോലും ഇല്ല എത്രയും കഷ്ടം. കൊച്ചു പിള്ളേര് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കൂട്ടില്ല. എനിക്ക് അത് എന്നെ വേണം. ആ ഫോൺ പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വെപ്രാളായി പോയി. വെപ്രാളം മൊത്തം മാങ്ങലായി പോയി. പൊന്നെ ഇറങ്ങി വരുന്നുണ്ടോ? ഇനി ആ മാങ്ങ നിന്നത്തില്ലായിരുന്നു. നിനക്ക് നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ, നിനക്ക് ഇച്ചിരെങ്കിലും നാണം ഉണ്ടായിരുന്നു, ഞാൻ നിന്നത്തില്ലായിരുന്നു. ഇതൂടെ തന്നെ അതി തൊട്ടാ കൈ ഞാൻ വിട്ടും. ഇനിയെങ്കിലും ആ ഫോണൊന്നും എടുത്തോണ്ട് വരുമോ? 6 മാങ്ങയുണ്ട്. 3 നിനക്ക് 3 എനിക്ക്. ഒരു കഷ്ടമില്ല. രസമുണ്ടല്ലേ ഈ ഡ്രസ്? എനിക്ക് ഇവിടെ നീ ഇവിടെ മാങ്ങ ഇവിടെ തിന്ന് കിടക്കുന്നവനാണോ നീ? ഈ മാങ്ങ നീ തിന്നില്ലേ? അമ്മ ഈ മാങ്ങ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നേന്നോ? അമ്മ ഈ മാങ്ങ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നേന്നോ?
ഇന്നാള് കുറച്ച് കൊണ്ടുവന്ന് പക്ഷെ കളഞ്ഞിട്ട് കൊള്ളത്തില്ല. അത് അടച്ചൊന്നും വെക്കണ്ട, തുറന്നു വെച്ചാൽ മതി. അതല്ലേ അത് പൊതിഞ്ഞ് തിരിച്ചാ ഇല്ല തുറന്നോ, കുഞ്ഞ് വെച്ച് ഞാൻ വേണ്ട. പാലിലായിരുന്നു ഇവിടെ ഫോൺ പൊട്ടിച്ചതും ഫോൺ എടുത്തതും മൊത്തം മാങ്ങയിലായിരുന്നു. ഇതിനകത്തൊന്നും നോക്കിയത് പോലും ഇല്ല. ആ നിങ്ങൾ ഒരു കസേര പിന്നെ പിടിച്ചിട്ട് ഫോണിന്റെ കണ്ടിരിക്കുക. ഇതെടുക്കാൻ പറഞ്ഞു. അതിനെന്താ വേണേ? നിനക്കൊരു ഇച്ചിരി കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്തില്ലായിരുന്നു. അവൻ നാണിച്ചവിടെ വെച്ചിട്ട് പോയത് ഒരു തരത്തിൽ പിന്നെ തിന്നു. പിന്നെ കടത്തിട്ട് കണ്ടാ എന്തോ ഞാൻ ആരെ നെഞ്ചത്ത് അടിച്ച് കരയുന്നു. ഞാനത് വ്ളോഗിൽ കാണിക്കാൻ പറ്റാത്തോണ്ടല്ലോ. കാണിച്ചില്ലേലും കുഴപ്പമില്ല. മാങ്ങ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരച്ചിലും പിടിച്ചില്ലായിരുന്നു. കരച്ചിലുണ്ടോണ്ട് അത്ത പോയി മാങ്ങ കടന്ന് വിളിക്കിയത്. എന്തോ കാണിക്കുന്ന ഇവിടെ വന്നില്ലേ ബോട്ട് മച്ചിയുടെ വഴക്കുണ്ട്. അപ്പോഴേ മുടക്കി തിരിച്ചു കയറ്റി ഫോണൊക്കെ തിരിച്ചു വെച്ചു. കവറില് വരെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ തീറ്റ സാധനമൊക്കെ ഒന്നും അങ്ങനെ വഴക്കുണ്ടാക്കാറില്ല. കണ്ടപ്പോഴെല്ലാം മനസ്സിലായി ഈ ഒരു മാങ്ങയ്ക്ക് ഇവിടെ കടന്ന. ഞാൻ അത് കഴിക്കാതിരിക്കുന്നു. ഫസ്റ്റ് കാണിച്ചു നെഞ്ചത്തടിച്ച് കറിയുന്നു. ഞാൻ അകത്ത് പോയി കരുത്ത നോക്കിയോണ്ടാ ഞാനിപ്പോ ഇറങ്ങി വന്നേ. ചിന്നന്റെ മുഖം ശബ്ദം അങ്ങ് മാറി. ആ ശബ്ദം ഒക്കെ മാറി. മുഖത്തിന്റെ എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറി. കരയാൻ തുടങ്ങി. കണ്ണൊക്കെ നിറഞ്ഞു. ഈ മാങ്ങ ഇന്നിവിടെ കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് നിന്നെ കൊന്നേന്. ഞാൻ അങ്ങോട്ടൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ താഴെ ഇറങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സമാധാനിപ്പിച്ച് നീ ഇറങ്ങി വന്ന പോലെ എനിക്കറിയാമല്ലോ. ഞാൻ കണ്ടല്ലേ. ഇതാ ഫോൺ. എന്തെങ്കിലും പറയാനുണ്ടോ? വെള്ളം ഫോൺ ഇഷ്ടപ്പെട്ടു. എന്താ ചാർജർ വരാഞ്ഞുണ്ട്? ചാർജർ ഉണ്ട്. ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അഡാപ്റ്റർ ഇല്ല. എന്ത് തരത്തില്ലേ? ഫോൺ മാത്രമേ കൊടുക്കുക. ഏത് ഫോൺ കടക്കാരനാ തന്നെ? ഐഫോണിനകത്ത് ഒന്നും ഇപ്പൊ അഡാപ്റ്റർ ഒക്കെ തരുന്നത് കുറവാ. പൊന്നൂന് ചെയ്ത് രണ്ടെണ്ണേ ഒരെണ്ണം പകുതി താത്തേ മൂന്നെണ്ണം എനിക്ക് ഒരെണ്ണം ഞാൻ പകുതി തിന്നോ തിന്നോ. ഞാൻ തന്നതെന്തി വെലം പിടിച്ച് ഇന്ന് വേണ്ടെന്ന് പറഞ്ഞേട്ടാ. നീ ഇത് ഓണാക്കിയാണ്. ഇത് ഓണാക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് ശരിയാക്കി തരാം. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റും. അത്രയും ഗ്രൗണ്ട് ഇരിക്കുന്ന. സോ ഗൈസ്, എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് പെട്ടെന്ന് കാണിച്ചു തരാം. ഒരു ഇവിടെ ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കർഫ്യൂസ് വെച്ച് തുറച്ച് കാണിച്ചു തരാം. ടിഷ്യൂ ഉണ്ടോ? വേണ്ട. ഞാൻ സാമിന്റെ ലിപ്റ്റിന്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിപ് ലൈനർ കെ ബ്യൂട്ടിയുടെ ആണേ. എന്നിട്ട് കുറെ പേര് പ്രാവശ്യമില്ലാതെ ലിപ്സ്റ്റിക്ക് കാണിക്കാന്ന് ചോദിച്ചു. ഇതാണ് ഇതെന്റെ ഒരെണ്ണം. നമുക്ക് അങ്ങനെ പല എണ്ണം ഉണ്ട് എനിക്ക്. ഇതാണ് ഈ ലിപ് ലൈനറിന്റെ ഷെയ്ഡ്. ഇത് മാക്കിന്റെ ലിപ്സ്റ്റിക്ക്. റേഡിയോക്കകത്ത് എന്തൊക്കെ ഇമോഷൻസ് ആകുന്നത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ. എൻ്റെ അരപ്പിരി ലൂസാന്ന്. ഇതാണ് ലിപ്സ്റ്റിക്ക്. രസമുണ്ടല്ലേ? രസമല്ലേ? ഇനി ഉമ്മ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തും പറയും. ഇത് കാണുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ ഒന്നിനും വേണ്ടി വഴക്കുണ്ടാക്കാ. ഞാൻ എന്തിനാടാ വഴക്കുണ്ടാക്കിയിട്ടുള്ളു? ഇപ്പൊ നിന്റെ അടുത്ത് ഞാൻ എത്ര നാളായിടാ തിന്നാൻ വഴക്കുണ്ടാക്കിയിട്ട്? ഇപ്പൊ വഴക്കുണ്ടാക്കാറുണ്ടോ? തിന്നെ വഴക്കുണ്ടാകാറില്ല. കണക്കൊക്കെ റീച്ചൊക്കെ പോകും. ഇപ്പൊ ഞാൻ കറിച്ചു പണ്ടേ ഇന്ന് ഈ മാങ്ങ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവിടെ യുദ്ധക്കളായേന. അങ്ങനെയൊന്നുമില്ല. പണ്ട് അത്താക്ക് പൊരിച്ച മീൻ കൊടുത്തെന്ന് ഓർമ്മയുണ്ടോ? ഒരു ദിവസം രാത്രി എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു അത്താക്ക് പൊരിച്ച മീൻ. ഒമാഞ്ചാളായിരുന്നു അത്. സഹിച്ചില്ല എനിക്കത്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, ഇതാണ് എന്റെ ഷെയ്ഡ്. നല്ല രസമല്ലേ? ഈ നൈറ്റ് ഡ്രസ്സ് ഞാൻ വാങ്ങിയത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ഞാൻ
പിന്നെ എൻ്റെ ഈ മാലയെ പറ്റിയിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. എല്ലാവരും ഈ മാല ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട് വിഷ്ണുമാക്കൊക്കെ മാല ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഡയമണ്ടാണ്. എവിടുന്നാ വാങ്ങി? എവിടെ നിന്നായിരുന്നു വാങ്ങി? ഈ മാല എവിടെ നിന്നായിരുന്നു വാങ്ങി? കൊച്ചിയിൽ നിന്ന് എവിടെ നിന്നായിരുന്നു വാങ്ങി? ഞാൻ മറന്നുപോയി. കമ്മൽ അറിയില്ല, 10-30 രൂപയുള്ളൂ. മൂക്കുത്തി എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്. മൂക്കുത്തി മാല ഞാൻ ഒരുമിച്ച് വാങ്ങിയത്. ഇത് ഡയമണ്ട്. ഇത് രണ്ടും ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ എവിടെ നിന്നാണ് ഞാൻ മറന്നത്. സോ അത്രയേ ഉള്ളൂ. നമുക്കിനി പഠിക്കാൻ വേണ്ടി പോകാം. ഇനി അടുത്ത രസം എവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ, ഈ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പാടാണ്, തിരിച്ചെടുക്കാനും പാടാണ്. മാസ്ക് കാണിച്ച് ഞാനിത് പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇനി ഇതെങ്ങനെ തിരിച്ചെടുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അത്തായി ഉടുണ്ട്, നാണക്കേടാണ്. നൈസിന് തന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വളച്ചെടുക്കും. നോക്കാം. ഓക്കെ, ഇറങ്ങാം. ഇനി നീ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കണ്ടേ. ഇതിനകത്ത് മറ്റേ 6 എണ്ണം ഉണ്ട്. 2 എണ്ണം നിനക്ക് 4. അത്ത ഇവ ഒരെണ്ണം തിന്നതാ. 4 എണ്ണം എനിക്ക് 2 എണ്ണം. ഇവ ഇവിടെ തിന്നതാ. നിങ്ങൾക്ക് വേണോ? മാവ് വേണ്ട. പണ്ട് ഇവിടെ എല്ലാവർക്കും പഞ്ചരവാദം കൂടുതലാ. ചിന്നുന്റെ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ സമാധാനത്തിൽ നിങ്ങളിപ്പോ മാങ്ങയും കൊണ്ടേ വരത്തുള്ള മാങ്ങ ഭാവി കയറാൻ പോയെന്ന് അവര് നേരത്തെ പഠിച്ചത്. അവര് മാങ്ങയില്ലേ നേരത്തെ വന്നുള്ളൂ. അത്താത്തി വിട്ടിനാണ്ട് തന്നിട്ട് കുറ്റം പറയാൻ അപ്പൊ ഞാൻ അവരെന്നെ കാണുമ്പോഴങ്ങ് ആക്രാന്തോ അങ്ങ് പിന്നെ അങ്ങ് പറ്റത്തില്ല. കഴിക്കടാന്ന് വേണ്ട. ഞാൻ രാത്രി കഴിക്കാന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മാങ്ങയില്ല. പ്ലേറ്റ് മാത്രം ഇരിക്കുന്നു. അന്ന് ഈ മാങ്ങ എത്ര ഉണ്ടായിരുന്നു? ഒരെണ്ണം തിന്നത്തില്ല പൊന്നു. താക്കോലിങ്ങെടുത്താ ഈ തന്ത എവിടെ വന്നിരിക്കും? ഞാനിത് വളയ്ക്കുന്നില്ല. നോക്കണം. പിന്നെ ഗേറ്റ് കുറച്ചുകൂടെ അങ്ങോട്ട്. എനിക്കൊന്നും വേണ്ട. പത്താക്ക് മര്യാദയ്ക്ക് അകത്ത് കയറിയിരിക്കാം. ഇരിക്കത്തില്ല. എനിക്കറിയാം ഇരിക്കത്തില്ല. പക്ഷെ ഞാൻ എന്തോ ചെയ്യുന്നു. പക്ഷേ ഇവിടുന്ന് ഞാൻ എടുത്തില്ലെങ്കിൽ എന്തൊരു നാണക്കേടാന്നറിയാമോ? എനിക്കറിയത്തില്ല. പുല്ല് എന്നെ തന്നെ നോക്കിയിരിക്കുന്നു കഷ്ടകാലം പിടിക്കാനായിട്ട്. എന്തുവായി നോക്കുന്നേ? കഷ്ടമാലോചിക്കുന്നു. ഇതെന്തോ ഇതിനകത്ത് ഇത്രയും സൗണ്ട് വരുന്നേ? ഫ്രണ്ടിലോട്ട് എപ്പം നമ്മൾ ആദ്യം വണ്ടി എടുത്താലും വണ്ടി ഫ്രണ്ടിലോട്ടൊന്ന് അനക്കിട്ടേ വണ്ടി ബാക്കിലോട്ട് എടുക്കാം. ഇത് ഫ്രണ്ടിൽ കുറച്ചുകൂടെ പോയാൽ ഫ്രണ്ടിൽ തട്ടൂലേ? ചെറുതായിട്ട് അനക്കണം. ചവിട്ടി പിടിച്ചോണ്ട് അനക്കാവും. മതിയോ? അനങ്ങിട്ടില്ലെന്ന് എനിക്കറിയാം. ഇനി ഇപ്പഴാ അടിക്കണോ? പൊന്നു
ഇവിടുന്ന് വളയോ അങ്ങനെ? ആ അങ്ങനെ. അങ്ങോട്ടോ ഫ്രണ്ടിലോട്ടോ? വേണ്ട വേണ്ട, നാണം കെട്ടിരിക്കുക. ഇനി കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. പോ. ഓക്കെ ബൈ. ഇത്രയും നാള് വണ്ടി ഓടുന്നുണ്ട് നടന്നിട്ട് നിർത്തിയടി അങ്ങ്. എന്തൊരു നാണക്കേടായിപ്പോയി. ആക്ച്വലി ഇവിടുത്തെ ക്ലൈമറ്റിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടിരുന്നാണോ? ഇവിടെ ഭയങ്കര ഹോട്ടാ. എന്റെ ഫ്ലാറ്റിൽ AC ഉണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായോ? പൊന്നൂര് പിന്നെ ഈ ഹോട്ടൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഈ ക്ലൈമറ്റ് ജീവിക്കുന്ന ആളാണ്. ആനന്ദിന്റെ അടുത്ത് എന്തിനും പറയുമ്പോ ആനന്ദിന്റെ തരുന്നേ നിങ്ങളുടെ മോളെ. ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ വലിയൊരു കയറ്റവും വലിയൊരു ഇറക്കവും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ പേടിച്ചേ വണ്ടി എടുക്കാവൂ. വണ്ടി ഓടിക്കാൻ അറിയാത്തവര്. എന്നെപ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയൊക്കെ താളം വിട്ടിട്ട് എല്ലാവരുടെ അടുത്ത് വരുന്ന എന്തൊക്കെ ന്യായം വിടലാന്നറിയാമോ? എന്നിട്ട് ഞാൻ തോക്കണം. ഞാൻ തോറ്റാൽ എന്നെ ആരും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പത്തന്മാരത്തെ ഇത് പെട്ടിഷ് കാണിച്ചിട്ട് പോയാലോ? നോക്കിയെട് വണ്ടി വരുന്ന അതെല്ലാം പോട്ട്. എന്ത് വേടാ? ഓഹോ നോക്കിയെടുക്കണേ. നീ ഒന്ന് പ്രസവിക്കാതിരിടാ പെണ്ണ്. എടുത്തു പിന്നെ ഇതിലേക്കൂടെ കേറ്റണം. അതിലെ കേറ്റണ്ട. പിന്നെ നമുക്ക് ഇവിടെ നിർത്താം വണ്ടി. എന്നിട്ട് നടന്നങ്ങനെ പോവാം. ആ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൽ അങ്ങനെ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നോ? ഇല്ല, ഇൻഡിക്കേറ്റർ മറന്നുപോയി. ഇനി എന്റെ കോൺസെൻട്രേഷൻ കളയരുത്. കനാൽ റോഡാണ്. ഇതൊക്കെ എടുത്താൽ ഈ സൈഡ് അങ്ങോട്ട് വീണാലും കുഴപ്പമില്ല, അപ്പുറത്തോട്ട് വീഴില്ല. മാറി ഞാൻ ബെൽറ്റ് ഒക്കെ ഊരി ചാടാൻ റെഡി ആയിട്ട്. ഇവിടെ കനാൽ റോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ച് മിണ്ടാതെ വണ്ടി ഓടിച്ച് ടാസ്ക് ഉള്ള റോഡാണ്. നമ്മൾ സൂക്ഷിച്ച് പേര്. ഇതിലും ചെറിയ റോഡിലൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന വഞ്ചിയമ്പാരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് 2-3 ദിവസത്തേക്ക് സൂക്ഷിച്ചു കണ്ട് നടക്കുക. ഞാൻ ചുമ്മാ ഇരുന്ന് പറയുന്ന കേട്ടോ. നിങ്ങൾ ഇതൊന്നും കേട്ട് എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്നൊന്നും വിലയിരുത്തരുതേ. ഇട്ടോ വീഡിയോ ഓഫ് ചെയ്തോ. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സേഫ്ലി വി അറൈവ്ഡ്. വണ്ടി ദേ ഇവിടെ ഇട്ടിട്ടുണ്ട്. മൊണ്ണ ദേ ഇവിടെ ഉണ്ട്. വാ നമുക്ക് എച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ. പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് നമ്മൾ എത്തി കേട്ടോ. ഇതൊക്കെ നമുക്ക് നിസ്സാരമായതുകൊണ്ട് പിന്നെ പോലെ നമ്മളെടുക്കാം. ഭയങ്കര ചൂടല്ലേ? ഹോട്ട് ക്ലൈമറ്റ്. പൊന്നൊരു പുരുഷനായതുണ്ടോ? ഗൈസ് എൻ്റെ കൂടെ എൻ്റെ മാഷിരിപ്പുണ്ട്. മാഷ് പറയുന്നത് നാളെ ഒരുങ്ങി വരാം. ഓക്കെ നമുക്ക് എന്തായാലും എച്ചെടുക്കാൻ പഠിക്കാം. എനിക്ക് വയ്യ. ഞാൻ തോക്കുവാണെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം ഇങ്ങനെ മണ്ടയ്ക്കാണ്. ഞാനല്ല അതിൻ്റെ ഒന്നും കുറ്റക്കാര്. ഓക്കെ ഞാൻ പഠിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആശാ മാസാണല്ലോ. ചുമന്ന് തുടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂപ്പർ സ്റ്റാർട്ട്. എച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയതാ. എനിക്കിത് എടുക്കാൻ പാടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ എടുക്കും. നല്ലൊരു 4-5 വട്ടം എടുത്തിട്ടേ ഉള്ളൂ. ഒരു 10 വട്ടമൊക്കെ ആകുമ്പോൾ പഠിക്കും.
ബോക്സിന് പുറത്ത് വരണം, എന്നിട്ട് ന്യൂട്രൽ റിവേഴ്സ് ഇടണം. ന്യൂട്രൽ ഞാൻ ചൂടെടുത്ത് വലിയ ഇതെന്തിനാ എന്നെ ഇത് കയറ്റിയിരുത്തേ? കാറൊക്കെ പൊള്ളുന്നു. കട്ട് ചെയ്ത് കളയണേ. ഭാവിയോടെ വണ്ടി കയറ്റിയത് ഉണ്ടായിരുന്ന വണ്ടി കയറിയിട്ട് തിരിച്ചിറങ്ങിയല്ലേ? വണ്ടി കയറിയിട്ട് തിരിച്ചിറങ്ങിയായിരുന്നു. വിയർത്ത് കുളിച്ച് കുമിഞ്ഞ് എങ്ങനെയും വീട്ടിൽ ചെന്ന് ഒന്ന് ഫാനിന്റെ അടിയിൽ കിടക്കാത്ത സമാധാനമില്ല. അൺസഹിക്കബിൾ ചൂട്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് അടിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ വെഞ്ചേമ്പ് പുനലൂര് 36 ഡിഗ്രിയാ. 36 ഡിഗ്രി. കൊല്ലം നോക്കിയപ്പോ 96 പേര് പറയുന്നു. അത് വേറെ കേട്ടോ. ഞാൻ തന്നെ ആലോചിക്കാം, 96 ഡിഗ്രിയോ? പുനലൂര് കൊല്ലത്ത് ഇവിടെ 36 ഡിഗ്രിയാണ്. എന്റെ പൊന്നെ, എന്റെ അതോ സഹിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ. ഒരു തരത്തിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്ക് സൂപ്പർ. ഇവിടെ നോക്കിയാണ്, നിങ്ങൾ എന്റെ മുഖം ഇരിക്കുന്നുണ്ടോ? അവിടെ ഒരു കാറ് വന്നപ്പോ കാറിനകത്ത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അതുകൊണ്ട് എല്ലാ എണ്ണം തന്നെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഒരു കാറ് വന്നില്ലേ? ഇനിയിപ്പോ ഇതൊക്കെ ആക്ച്വലി ഞാൻ പഠിച്ചു കേട്ടോ, അത്യാവശ്യം. പ്രോ ആയെന്നല്ല, പക്ഷെ അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. നാളെ കൂടെ ക്ലാസ്സിൽ പോയി കഴിയുമ്പം സെറ്റ് ആവുമായിരിക്കും. പിന്നെ റോഡിന്റെ ഇതും അത് നമ്മൾ ആ വണ്ടിയിൽ എടുക്കണമല്ലോ. അപ്പം പവർ സ്റ്റിയറിംഗിലൊക്കെ ഓടിച്ചിട്ട് നമ്മൾ ആ വണ്ടിക്കകത്ത് ഓടിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് നല്ല ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. കാരണം കടന്ന് വീരിഞ്ഞ് വളഞ്ഞെടുക്കണമെന്ന് തോന്നി. വലിയ മാങ്ങ തോ ഇരിക്കുന്ന സാധനം കാണിച്ചു തരാം. ഇന്നത്തെ വ്ളോഗ് മൊത്തം മാങ്ങയുടെ കേട്ടോ. ഞാൻ അത്തമ്മയുടെ കടയിലാണ് ഉള്ളത്, ഡാഡിയുടെ മമ്മിയുടെ ഷോപ്പിലാണ് ഉള്ളത്. പണ്ട് അത്തമ്മ ഉപ്പിലിടുന്ന സാധനമായിരുന്നു ഇത്. മാങ്ങ ഒരു മാങ്ങ മുഴുവനാക്കിയിട്ട് കണ്ടിച്ചിരുന്ന പരിപാടിയൊന്നും നമുക്കില്ല. അയച്ചിക്കണക്ക് നമുക്കില്ല. അതല്ലേ മാളവിനെ വിളിച്ചാണിയോ? മാള് പുഴുപ്പിങ്ങനെ പണ്ടേ പണ്ട് മറ്റേ റബ്ബറൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ റബ്ബറും റബ്ബർ ഷീറ്റൊക്കെ ഉള്ള സമയത്ത് ഉമ്മച്ചി കുറച്ച് ദൂരെ കേട്ടോ, മലയിൽ നിന്നൊക്കെ എൻ്റെ വായി വരുന്നത്. പണ്ട് നമ്മളങ്ങനെ പറഞ്ഞ അങ്ങനെ ശീലമുള്ളതുകൊണ്ടാണ്. അവിടെ പോയി പാലൊക്കെ എടുത്ത് കുറേ നടന്ന് പാലൊക്കെ എടുത്ത് ഷീറ്റൊക്കെ അടിച്ചിട്ട് ഉമ്മച്ചി വന്നിട്ട്, ഉമ്മച്ചി അല്ല എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന ഇതിനകത്ത് എല്ലാവരും ഭയങ്കര വെയിലൊക്കെ കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിനകത്ത് ഇതും മീൻസ് ഈ മാങ്ങയല്ല, ഈ പ്രോപ്പർ ഈ മാങ്ങയല്ല, ഉപ്പിലിട്ടത് എന്തെങ്കിലും കലക്കി ഉപ്പും ഇട്ട് കുടിക്കും. നല്ല ടേസ്റ്റാണ്. നിനക്ക് ഓർമ്മയുണ്ടോ അത്? നിനക്ക് എന്ത് ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അമ്മ അത്? വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് ഉപ്പിലിട്ടതെല്ലാം കൂടെ കലക്കി കുടിക്കത്തില്ലേ? അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് ഉണ്ട്. പ്രൊമോഷൻ അത്തമ്മയുടെ കടയാണ്. ഞങ്ങൾ വെഞ്ചേമ്പ് വഴി പോവുകയാണെങ്കിൽ തടിക്കാട് തിരിയുന്ന റോഡ്, തടിക്കാടിലോട്ട് ഏറ്റവും ഉണ്ട്. ആ ഏറ്റവും ചേർന്നെടുത്ത് തടിക്കാടിലോട്ടല്ല ഏറ്റവും അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതാ. കളിയോ? എൻ്റെ അത്തമ്മയുടെ ഫേമസ് ആണ്. വാടകയ്ക്ക് എടുക്കും അത്തമ്മയെ.
ഞാൻ എനിക്കിത് പൊന്നൂരോ അങ്ങോട്ട് പോകില്ല. ആദ്യം കൂടെ വരുമായിരുന്നു എൻ്റെ അടുത്ത്, ഇപ്പൊ വരത്തേ ഇല്ല. പൂച്ചോള് ഇവിടെ അത്തമ്മക്ക് കുറച്ച് പൂച്ചകളുണ്ട്. അപ്പുറത്ത് കിടക്കും 2 പൂച്ച, ഒരു റാബിറ്റും ഉണ്ടായിരുന്നു, ഒരു മുയലും ഉണ്ടായിരുന്നു. അത്തമാർക്ക് എന്നിട്ട് പറയാ പൂച്ചകളെ പിടിക്കേ. ഞാൻ പറഞ്ഞു എവിടെ പിടിച്ചോണ്ട് പോകാൻ, അല്ല വീഡിയോ പിടിക്കാനോ. ഞാൻ പറഞ്ഞ മുയലോടുണ്ടെങ്കിൽ എടുക്കാമല്ലോ, മുയലിനൊക്കെ ചുമ്മാ രസമല്ലേ. അപ്പൊ എൻ്റെ അടുത്ത് എവിടെ പോയോ എന്തോ, അപ്പൊ അർത്ഥം എന്ന് കാണും. എന്നിട്ട് പറയാനേ ഒരു കഷ്ണം എനിക്ക് തന്നില്ല, അതിന് അർത്ഥം എന്നുള്ളതല്ല അവരുടെ പരാതി. ഇതിന്ന് ഒരു കഷ്ണം ചാറ് പോലും തന്നില്ലെന്ന്. എന്താണ് നിങ്ങളുടെ ഒരു സന്തോഷം നീ കാണിച്ചില്ലെന്ന് വേണ്ടപ്പാ. നമുക്ക് അത്തമ്മയുടെ പൂച്ചകളെ ഇന്നുണ്ട്. കുഴപ്പമുണ്ടോ? എന്നാ ഒന്ന് ചിരിച്ചേ കടയടാ. ഞാൻ ചിരിക്കണോ? ഒന്ന് ചിരിച്ചേ. നിഷ്കളങ്കായ മുഖം ഉണ്ടോ? മുഖം കണ്ട് വിലയിരുത്തരുത്, എന്റെ 10 ഇരട്ടിയാ. എന്തീ ചെരുപ്പ് എന്തേ? ഇണക്കം ഇല്ല കേട്ടോ, അല്ല ഇണക്കം ഉണ്ടായിരിക്കും. ചെടിച്ചട്ടിയുടെ അകത്തൂടെ തലയിട്ട് അപ്പുറത്ത്. എന്തി ഹായ്, ഇതാണ് അത്തമ്മ പറഞ്ഞ പൂച്ച. എടാ കടിക്കുമോ ചിലപ്പോ. ഹായ്, ക്യൂട്ടിയാണോ നീ? ക്യൂട്ടിയാണോടാ നീ? ഹായ്. അത്തമ്മയുടെ കൊച്ചുമാരുടെ വർക്ക്ഷോപ്പാണിത്. മതിയോ? നീ എന്തിനാ ഉൾക്കാട്ടേക്കുന്നേ ബ്രോ? ഇത് വെച്ചല്ല ബ്രോ അടിക്കുന്നേ ബ്രോ. ഇത് ഇങ്ങനൊരു സാധനം ഉണ്ട് ഇതിനകത്ത്, അറിയാവോ? അത്തമ്മ ഞങ്ങളെന്നാ ബാ ഇറങ്ങാം. എൻ്റെ പൊന്നെ നിൽക്കാൻ പറ്റുന്നത്, എങ്ങനെയും വീട്ടിൽ പോയി കിടക്കണം. തല ഇറങ്ങുന്നു ചൂടെടുത്തിട്ട്. പുല്ല് ഞാൻ തുറന്ന് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ തുറന്ന് സംസാരിക്കുകയല്ല, തുറന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും എന്തൊരു അലപ്പ്. ആക്ച്വലി ഇത് ഇവിടുത്തെ ലവ് ലാംഗ്വേജ് ആണ്. ഇത്രയും തുറന്ന് സംസാരിച്ചാലേ അത് സ്നേഹത്തോട് സംസാരിക്കുമെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ട്. എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ? ചുമക്കണ വെയിൽ കൊണ്ടിട്ടാ. ഒന്ന് മുഖം കഴുകി ഫ്രഷായി വീട്ടിലെത്തിയിട്ടുണ്ട്. മുഖം കഴുകി ഫ്രഷായി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കട്ടെ. എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ വഴക്കുണ്ടാക്കിയ മാങ്ങ മുറിച്ച് ഞാൻ കാണിച്ചു തരാം. പൊട്ടിച്ചെല്ലാം മുറിച്ച് ഒരു കഴിഞ്ഞാൽ ഉണ്ടാക്കില്ല. ഗൈസ് ചൂടെടുത്ത് കാണത്തൊന്നുമില്ല. കഷ്ടപ്പെട്ട് ചൂടെടുത്ത് ഇത്രയും ദൂരം വന്നപ്പോൾ ഉമ്മച്ചി എനിക്ക് സംഭാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ടേസ്റ്റി. സോ ടേസ്റ്റി. അങ്ങോട്ടിരിക്കോ? ആദ്യം നോക്കൂല കേട്ടാ. അത് നാണമാണോ? ഇത് കൊള്ളാൻ കേട്ടമ്മ. വരിയുണ്ടാക്കി തന്നത് താഴെ അത്തമാരെ എടുക്കുന്നപ്പോഴേ മറ്റേ അതുണ്ടല്ലോ ഇടി മാങ്ങ. അയ്യോ അത് എടുത്തോണ്ടൊന്നുമില്ല, പാതി കഴിച്ചിട്ട് ഫുൾ മാങ്ങയിട്ട് അവര് ഉപ്പിലെടുത്തില്ലേ. എന്തുവാ കൈപ്പുണ്യ ഉണ്ട് അതിന്റെ ടേസ്റ്റ്. പക്ഷെ അതാ പണ്ട് നമ്മൾ എത്രയോ നാളിട്ട് വെച്ചിട്ട് അതങ്ങ് വായി വെക്കുമ്പോഴേ അതങ്ങ് അലിഞ്ഞു പോകത്തില്ലായിരുന്നു. ആ പരിപാടിയില്ല. കുറച്ച് ദിവസമായിട്ട് സോറി. നമുക്ക് ഉമ്മയുടെ ഫോൺ ശരിയാക്കാം. ഓക്കെ, ഇമെയിൽ ID പാസ്വേഡ് എനിക്കറിയത്തില്ല, ക്രിയേറ്റ് ചെയ്യാം. സാഹില ജാഫറാണോ? പേര് പിടിച്ചിരിക്കുന്ന എന്തോ? ഞാൻ ഉണ്ടാക്കട്ടെ എന്നെ കറി ഉണ്ടാക്കും. എന്തോ ഉണ്ടാക്കി ഇതുവരെ? വാഴ പറയിച്ചു തോരൻ എന്തെങ്കിലും ഉണ്ടാക്കിയോ?
ചൂര കറി വെക്കാനൊന്നുള്ള കഴിവ് നമുക്കില്ല. പിന്നെ ഞാനത് കറി വെച്ചിട്ടത് വായി കഷ്ടപ്പെട്ട് ചൂരം മേടിച്ചിട്ട് കറി കൊണ്ടെടുത്ത് എന്റെ തലക്കറിയാം. എനിക്ക് അതിന് വയ്യ. നിനക്ക് നല്ല കൈപ്പൊക്കെ പറയുന്നത് ഞങ്ങളെ കൂട്ടിയിട്ടില്ലെങ്കിലേ. ഞാൻ പറയുന്നില്ലയോ, ഞാൻ പറയുന്നതിന് വിശ്വസിച്ച എങ്ങനെ ശരിയാവുന്നത്? അത്താ അത്താ ഈ സൗണ്ട് പറ. ഞാൻ തോരൻ എന്തേലും വെക്കാം. ആദ്യം തന്നെ ചൂരെ കയറി പിടിച്ചിട്ടേ എനിക്ക് ഞാൻ പിടിക്കാം. തോരൻ എന്തുണ്ട്? എന്താ ഞാനേ മോരേറി വെക്കാം. പരിപ്പ് വെക്കാം. ഇന്നലെ വരെ മോരറി വെച്ചാൽ കൂട്ടി തീർക്ക്. എന്നാ പരിപ്പ് കറി വെക്കാം. പരിപ്പറി ഇന്ന് വേണ്ട, നാളാക്കാം. തോരൻ തോരൻ വെക്കാം. ചൂരക്കറിയൊക്കെ പിന്നെ അതൊരു അതൊരു ബഹളമാണ്. എന്തിനാ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേ പറ. ഏതെങ്കിലും ഒരു ദിവസം അടി. ഇയർ പറ ആദ്യമേ. 1980. 1980. നിങ്ങൾക്കപ്പം എത്ര വയസ്സായമ്മ? വയസ്സ് പലപ്പോഴായിട്ട് 10-90 ഇല്ല, 2000 ആയപ്പോ 20 വയസ്സ്. അയ്യടി, 2000 ആയപ്പോ 20 വയസ്സോ? ഇപ്പൊ 2026. അല്ല, 2000-ലാ ഞാൻ ജനിക്കുന്നേ. നിങ്ങളെ 22-ാം വയസ്സിലാ കെട്ടിക്കൊണ്ട് വരുന്നേ. പിന്നെങ്ങനാ 2000 ആവുമ്പോ നിങ്ങൾക്ക് 20 വയസ്സ്? എനിക്കറിയത്തില്ല. അപ്പൊ 1970 ഒന്നുള്ളതാ. 1901. 1978 ചിന്നു പ്രസവിച്ച ഉമ്മ പോലും ഡേറ്റ് അറിയാൻ വയ്യ. പിന്നെ ഞാൻ ഏതെങ്കിലും ഒന്ന് പറയുന്നത്. അല്ല, അതിവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഞാൻ ജനിക്കുമ്പോഴാണോ നിങ്ങൾക്ക് 22 അതോ കെട്ടിക്കൊണ്ട് വരുമ്പോഴാണോ 22? 22 തുടങ്ങിയപ്പോഴേ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. നിങ്ങൾ കെട്ടിക്കൊണ്ട് വന്ന എപ്പോഴാ? 1999 ലാസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് 1977 നിങ്ങള്. അങ്ങനെ നമുക്കിനി ഓരോന്നും കറക്റ്റ് ചെയ്തെടുക്കാം. മാസം പറ. വയസ്സ് കൂട്ടി പറയണമെന്ന്. അപ്പൊ നിങ്ങക്ക് എത്ര വയസ്സായെന്ന് അറിയാമോ? 23. 23 26 എത്ര? 23 26 49 വയസ്സുണ്ട് നിങ്ങക്ക്. 49 വയസ്സൊന്നും കിട്ടിയാണ്. 48 വയസ്സാണ്ടായതാണ്. അത്താക്ക് എന്നെക്കാളും 3 വയസ്സ് കൂടുതൽ. 49 50 50 52. അത്താക്ക് എത്ര വയസ്സുണ്ട്? അത്താ അന്നേരം ഞാൻ അത്താക്ക് 51 വയസ്സേ ഉള്ളൂ. അത്താക്ക് ഇങ്ങനെ 51 വയസ്സ് വരുന്നു. ഇവർക്ക് 49 വയസ്സുള്ളപ്പോ 50 51 52 വയസ്സുണ്ടല്ലോ അത്താക്ക്. എനിക്ക് 49. അത്താക്ക് പ്രായം കൂട്ടി പറയുന്നതിന് പ്രശ്നമില്ല. അത്ത പറയുന്ന അത്തായേക്കാളും മൂത്ത എന്നാ ഞാൻ. സർട്ടിഫിക്കറ്റ് മാർക്ക് വയസ്സ് കുറവാണെന്നാലും അത്തായേക്കാളും മൂത്തത് എന്നാ പറയുന്നത്. നമുക്ക് സത്യങ്ങൾ അറിയത്തില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ 1980. ഞാൻ ഏതെങ്കിലും ഒന്ന് പറയുന്നത് നമ്മൾക്ക് അറിയത്തില്ല. ജനിച്ചിടെ 1980. നിങ്ങൾ എത്രയുള്ളതാ? 1980 ഉള്ളതാണ്. നിങ്ങൾ 1989 ഉള്ളതാ. ആരാ? കവിത. അയ്യോ, അപ്പൊ സമുദായൊക്കെ അന്നേരം കവിതക്ക് എത്ര വയസ്സുണ്ട്? കവിത 89 ഉള്ളതാ. നിങ്ങളെ കാര്യം 9 വയസ്സിന് മുമ്പേ ഉള്ളു. അപ്പൊ സദാക്കക്ക് അതാ ചോദിച്ചത്. എനിക്കിപ്പോ 48 വയസ്സ്. നിങ്ങൾക്ക് ഇപ്പൊ 49 വയസ്സ്. 49. ഇപ്പഴല്ല, ഇനി ഈ വർഷം 49 ആവുമായിരിക്കും. മന്ത് പറ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. നല്ലൊരു ദിവസം നോക്കി നീ അടി. നിങ്ങൾ മാസം പറയുന്ന മാസം പറ. മാസം 5-ാം മാസം അടി. 5-ാം മാസം അതുള്ള മാസമാണോ? ഉള്ള മാസം. പക്ഷെ എനിക്ക് എന്റെ മാസം ഏതാന്ന് എനിക്കറിയത്തില്ല. 5 പിന്നെ പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇല്ല. ആളുണ്ട്, പക്ഷെ ഡേറ്റ് അറിയാൻ പയ്യവർക്ക്. നിങ്ങൾ ഇത് പറ മാസം. നിങ്ങൾ 5-6 മക്കളുള്ളതുകൊണ്ട് ഡേറ്റ് തിരിഞ്ഞു പോയാ ഫോൺ എടുക്കുന്നതല്ല പാട്, കൊടുക്കുന്നതല്ല പാട്. ഇതൊന്ന് ശരി. നിങ്ങളുടെ ആധാർ കാർഡിലുള്ള മന്ത് പറയാമോ? എടുത്തോണ്ടിട്ട ആധാർ കാർഡ് 78 77. നിങ്ങൾ ഇത് പറ, മന്ത് പറ. നിന്റെ ആധാറില് ഡേറ്റ് ഓഫ് ബർത്ത് എത്ര കിടക്കുന്നത്? ചർച്ചകൾ. ഡേറ്റ് ഓഫ് ബർത്ത് അവര് ഒരു ജനനതീയതി ഉണ്ടാക്കി തന്നതാ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നെത്താ? 2001. അടി സക്കേ. ഇനി നമുക്ക് അവിടെ തുടങ്ങാം.
എന്നാ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ ഞാൻ ഏത് മാസമാ? 2001 2000 ലാസ്റ്റ് ആണ്. ഏതാ മാസം ഏതാ ഞാൻ ജനിച്ചേ? ഇത്രയും പൈസ കൊടുത്ത് ഫോൺ മേടിക്കുന്നതല്ല പാട്. പിന്നെ ഈ ജനറത്തെ എഴുതിയും എന്റെ 2001 ഉള്ളതല്ലേ ആരാ ജിന്നു? അത് 2000-ലായിരുന്നു. ഇവിടെ എന്റെ മാസം ഏതാ? അത്ത പറയാ ഞാൻ ജനിച്ചേ 2001 2002 അപ്പൊ എനിക്ക് എത്ര വയസ്സാ? 2001 അല്ല, 2002 വരുന്നത്. 2001 ലാസ്റ്റ് എങ്ങാണ്ട. 2001 ലാസ്റ്റ്. ഏതാ മാസം ഏതാ ഞാൻ ജനിക്കുന്നേ? ഒക്ടോബർ കഴിഞ്ഞ് നവംബറിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മാസം വരും അല്ലേ? എന്നാ അമ്മ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? നീ 2000-ലുള്ളതാ. മാസം 10 ഡേറ്റ് 25. പൊന്നൂന്റെ എന്നാ? ഇനിയിപ്പൊ എന്റെ അറിയാത്തോണ്ട് പൊന്നൂന്റെ തെറ്റിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇത് പ്രശ്നം. തെറ്റിച്ച് പറയണ്ട. പൊന്നൂന്റെ എനിക്ക് അറിയത്തില്ല. എന്റെ 37ാമത്തെ വയസ്സിലുള്ള പൊന്നു, അതെനിക്കറിയാം. പൊന്നൂന്റെ വർഷമെങ്കിലും പറ. വർഷമൊന്നും എനിക്കറിയത്തില്ല. അവന്റെ ബർത്ത് ഡേറ്റ് ഒക്കെ ചോദിച്ചാ എനിക്ക് 37 വയസ്സായപ്പോഴും അവനുണ്ടായത്. പൊന്നൂന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? അവൻ 4ാം മാസം ഉള്ളതാ. 2009. 37-ലില്ല, 36-ല്. എന്റെ 26ാമത്തെ വയസ്സിലാണ് നീ ജനിക്കുന്നത്. നിന്റെ കഴിവ് 9 വയസ്സിനുള്ളപ്പോ അവൻ, അതെനിക്കറിയാം. അത്രക്ക് ഈ സിമ്പിൾ കണക്കുകളൊന്നും അറിയാം. അത്രക്ക് ഡിഫിക്കൽട്ട് ആക്കണം, മനസ്സിലായോ? ഓടക്കണക്കോ അങ്ങനത്തെ കണക്കുകളാ. കഴിവ് 9 വയസ്സിനുള്ളപ്പല്ലേ അവൻ? അത് മാത്രം കറക്റ്റ്. അതെനിക്കറിയാം. പുകവലി ആരോഗ്യത്തിന് അറിയത്തില്ല. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയത്തില്ലേ ഡേറ്റ് ഓഫ് ബർത്ത്? അവർക്കറിയാലേ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 10/5. എന്റെ ഡേറ്റ് ഓഫ് ഇത് ഭയങ്കര കള്ളത്തരം കേട്ടോ. 10/5/1980 കള്ളി. എന്റെ 75 ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷേ അമ്മച്ചി ഡേറ്റ് പറയുന്നത് നല്ലൊരു ദിവസം നോക്കാൻ കിട്ടോളാം. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച കിട്ടോ, അങ്ങനെയൊക്കെ അമ്മയുടെ ഒരു കണക്ക്. പിന്നെ ഡേറ്റ് പറയാൻ പറഞ്ഞ ഏത് ഡേറ്റ് ദിവസം പറയാൻ പറഞ്ഞ നല്ലൊരു ദിവസം നോക്കി, വല്ല വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ സ്കൂളിൽ അവധിയുള്ള ദിവസം നോക്കിട്ടോളാം. ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ കല്യാണം എന്നായിരുന്നു? കല്യാണം എനിക്കറിയാം. 99 നവംബർ 18. കണ്ടോ, നിങ്ങളോട് സ്നേഹമുണ്ട്. അത് മാത്രമേ അറിയൂ. അതോർത്ത് വെച്ചേക്കുന്നുണ്ടോ? സ്നേഹമുള്ള ഭർത്താവാണ്. മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല. ഈ വരട്ടെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് 15 16 കണപ്പറയായിരിക്കും. ചടിക്കേറി ഞാനും പറഞ്ഞു 25. എനിക്ക് നിനക്ക് വയസ്സ് ഞാൻ പറയാന്ന് 23 വയസ്സാണ് പറയത്തുള്ളൂ. പൊന്നൂന് ഇപ്പോഴും 12 വയസ്സാ. 16 വയസ്സ്. അത്ര എത്തിയ പൊന്നൂന് എത്ര? 16. പൊന്നൂന് 17 വയസ്സ്. 17 വയസ്സൊന്നും ആയില്ല. പൊന്നൂന് ഈ മാസം 17 വയസ്സാത്ത. മാസം ആവുമ്പോഴും ഇനിയുണ്ട് 3-4 ദിവസം കൂടെ ആവുമ്പോഴല്ലേ. ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു വയസ്സാവത്തില്ലല്ലോ. ഫോൺ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്നാ തക്കാളി ഒന്നും വേറൊന്നും കൊടുക്കണ്ടമ്മ. എന്താ കൊടുത്താലും വേണം 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 വേണം. പിടിച്ചേക്കുവാ. വേണ്ട, കൊടുക്കണ്ട. മമ്മി ഇവറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറയ്ക്ക് നല്ല മതിയോ, സുന്ദരിയായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഞങ്ങളുടെ ഫസ്റ്റ് സെൽഫി എടുത്തിട്ടുണ്ട്. അംശം മറ്റേ റീൽ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയി നിൽക്കുമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു റീൽ എടുക്കണം സത്യം പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ പണ്ടത്തെ ട്രഡീഷണൽ ടച്ചൊക്കെ പിടിച്ച് ഞാൻ പറയുന്നതായിരിക്കത്തില്ല ചെയ്തു വരുമ്പോൾ അത് എന്തായാലും നമുക്ക് എൻജോയ്. പ്രായമായോ റിയോ? റിയോ
റിയോ റിയോ എന്റെ പൊന്നു വന്നു ഹായ് പടാ ഹായ് പടാ ഡിയോ 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 റിയോ റിയോ ഡിഷക്ക 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 ഡിയോ ഡിയോ ഡിഷക്ക 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 ഡാ റിയോ റിയോ ചൂട് ഭയങ്കര ചൂട് ഇവിടുത്തെ ചൂട് വന്ന് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊണ്ണിന് സഹിക്കാൻ പറ്റുന്ന ചൂടല്ലേ എൻ്റെ പൊണ്ണിന് സഹിക്കാൻ പറ്റുന്ന ചൂടല്ലേ ചാടാ ഭയങ്കര ധൈര്യശീലമാണ് ചോടറ പുറത്തോട്ട് നീ ആണാണ് ചാടറ ചാടറ ചാടാ എന്നാ കാലി എത്തി വെച്ചാലും ചാട് ചാടടാ പേടിയാ ഹൈറ്റ് തേക്കോലം കെട്ടിയിരിക്കുന്നത് നോക്കണ്ട. സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു റീൽസിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അംശത്തിൻ്റെ ആ പാട്ട് വെച്ചിട്ടൊരു സാധനം എടുക്കണം. അപ്പം ഞാനൊരു സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ ഓർണമെൻറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം എനിക്ക് ഈ സാരി തന്നെ ബ്ലൗസായിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ അങ്ങനെ ചെയ്യുന്നൊരു കൊച്ചുണ്ട്, ഗ്ലോറിയോ അങ്ങനെ എന്തോ എൻ്റെ പേരെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഒരു ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് ആ പുള്ളിക്കാരി എങ്ങനെ അത് ചെയ്യുന്നതെന്നൊക്കെ നോക്കി ചെയ്യാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് കണ്ടെങ്കിലും എനിക്കൊരു തേങ്ങ അതിൽ നിന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ട്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ചൂടടിച്ചിട്ട് പണ്ടാരണം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. താഴോട്ട് കാണിക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഇത്രയും കാണിച്ചു തരാം. ഇതിങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചേക്കാണ്. അപ്പുറത്തും ഇപ്പുറത്ത് വീശിത്തരാനാള്, ലൈറ്റ് പിടിക്കാനാള്. സോ ഇതാണ് കേട്ടോ. കമ്മൽ, മാല, മൂക്കുത്തി, ലെൻസ്, പൊട്ട് എല്ലാം ഉണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ലൈറ്റ് പൊക്കോണ്ടിരിക്കുക. ലൈറ്റിംഗ് സീൻ, ചൂട്, വേറെ സീൻ, ഇതിൻ്റെ കൂടുതലെല്ലാം കൂടെ എടുത്ത് വരുമ്പോഴത്തേക്കും മൈ ഗാഡ്. ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ സെറ്റ് ചെയ്തു. ഞാൻ വിൽക്കാതിരി എൻ്റെ പല കള്ളക്കഥകളും അല്ല നിന്റെ കേട്ടോ, സോറി എൻ്റെ. സുന്ദരിയായിട്ടുണ്ടോ? ഇത് മതി അവനകത്ത്. രസമില്ലേ ഇതിങ്ങനെ ഇടുമ്പോ? എന്തേ ഇനി ഇതിട്ട് വേണേ അടച്ച്. അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ അടപ്പളവി, നിങ്ങളുടെയോ അടപ്പളവി, എല്ലാവരുടെയും അടപ്പളവി. നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഡ്രസ്സ് എടുത്തില്ല. എൻ്റെ പിന്നെ ചൂടെടുക്കുന്നേ വെറുതെ. എൻ്റെ പിന്നെ എനിക്ക് പണ്ടാരായിട്ടൊരു ചൂട് തയ്ക്കാൻ വയ്യായിരുന്നു. ഇവിടെ പറഞ്ഞതാ. നമുക്കിനി ലെൻസൊക്കെ റിമൂവ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്യാം. ആൽവിൻ എനിക്ക് കൊല്ലത്തുനിന്ന് പുനലൂരിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, പൊട്ടും ലെൻസും. അങ്ങനെ കാണിക്കാൻ വെപ്രാളത്തെ മറന്നു, വന്ന ഉടനെ പോയി. നമുക്ക് ദൂര കൈ ഒന്ന് കഴുവട്ടെ. സോറി. മേക്കപ്പ് മാറ്റിയപ്പോൾ എന്നെ അല്ലാതെ നിങ്ങൾ കാണാം. മേക്കപ്പ് മാറ്റുമ്പോൾ കാണുന്ന ഞാനില്ലേ, അതല്ല ഞാൻ. അയ്യോ, ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി. ഞാനപ്പോൾ ചിന്തിക്കുകയും ചെയ്തു, എന്തോ ഞാൻ മറന്നു. നന്നായി. ലെൻസൊക്കെ വെച്ചിട്ട് കുറേ നാളായിട്ട് ലെൻസ് എടുക്കാനൊക്കെ മറന്നു. 1 ടൈം യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മസ്കാര ഇടാൻ മറന്നു. ഞാൻ അങ്ങനെ ഓർക്കുകയും ചെയ്തു, ഞാൻ എന്തോ ഒന്ന് മറന്നല്ലോ. ഒന്നുമില്ല ഗൈസ്, ഫോക്സ് ടെയിലിൻ്റെ ഒരു ഫേസ് വാഷ്. സോറി.
മനസ്സിലായില്ലേ? മേക്കപ്പ് അല്ലാന്ന് മനസ്സിലായില്ലേ? സത്യം ഉള്ള ചെയ്തിട്ട് ആരടിച്ച് കോല കുട്ടികൾ പോയി. ഞാനൊക്കെ വെയിലടിച്ചാൽ തീരാവുന്ന ആളെ ഉണ്ട് കേട്ടോ. 36 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടല്ല, ചെറിയ വെയിലുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മച്ചി തോർത്ത് എന്തൊരു ചൂട് പുല്ല്. ഞാൻ 2 വട്ടം പുറം കേട്ടോ. ലെൻസ് നമുക്ക് കളയാം. ഇതാണ് ഞാൻ, മേക്കപ്പ് ഇല്ലാത്ത ഞാൻ, മുടി ഒട്ടിച്ച് കെട്ടിയ ഞാൻ, കമ്മലും മാലയില്ലാത്ത ഞാൻ, ഒരു തരത്തിലും ഒരു ഉണ്ടയില്ലാത്ത ഞാൻ, ബുദ്ധിയില്ലാത്ത ഞാൻ. ഇത് ചക്കച്ചവണി, ഇത് ചക്കക്കുരു, ഇത് അരിയാത്ത ചക്ക, ഇത് അരിഞ്ഞ ചക്ക. മോട്ടാറമ്മക്ക് നാണമായോണ്ട് കാണിക്കരുന്ന്. കാണിച്ചോട്ടോ. ഇത് മോട്ടാറമ്മ. ഇതിനകത്ത് ഇനി എന്താ ഇരിക്കുന്നേ? ഇത് ചവണി ഉള്ള ചക്ക. മോട്ടാറ് കുന്നിൽ ചക്കയ്ക്ക് ഒരു ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഇരുന്നുള്ള പണി തീരാത്തോണ്ടാണോ? എന്തുകൊണ്ടാ ഇങ്ങോട്ടിറക്കി? എന്താ അവിടെ ഇരുന്നിട്ട്? ചക്ക പണ്ട് നമ്മളിങ്ങനായിരുന്നു കേട്ടോ ചക്ക വെട്ടുന്നേ. ചാക്ക് വിരിച്ചിട്ട് വലിയൊരു ചക്ക കൊണ്ടുവരുന്ന അടുക്കൊന്ന് വെട്ടി അങ്ങോട്ട് കീറും. എന്നിട്ട് അരക്കും എടുത്തിട്ട് 3-4 പെണ്ണുങ്ങൾ ഇരുന്നിട്ട് അങ്ങോട്ട് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങും. നമ്മൾ രാവിലെ അടി ഉണ്ടാക്കി വാങ്ങിയ മാങ്ങ നമുക്ക് കഴിക്കാവേ. ഇതുകൂടെ കഴിച്ചിട്ട് നമുക്ക് ഈ മാങ്ങയും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് പേരയ്ക്ക മാങ്ങ. കൊച്ചിലെ തൊട്ട് ഇപ്പം വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാങ്ങയാണ്. പേരയ്ക്ക മാങ്ങ വേണോ? പഴുത്തെ വേണോന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. വേണോന്ന് പറഞ്ഞു കളഞ്ഞല്ലോ ഒന്ന്. ഇത് നടുക്കണ്ടോ 2 ഷേഡിലിരിക്കുന്നുണ്ടോ? ഓ, ഇതിന്റെ മണം, ഇതിന്റെ ടേസ്റ്റ്. മോട്ടർമ്മ ഓ എന്നാ കൊണ്ടുതരാം. ഇവിടെ ഉള്ളതല്ല, ഷാനാസമ്മയുടെ അവിടെ ഉള്ള മാങ്ങ പണ്ട്. അത് തന്നെ. പിന്നെ രാവിലെ ഇതിനെ കിടന്ന് വഴക്കുണ്ടാക്കി തത്ത എടുത്തോണ്ട് വന്നതാ ഇവിടുന്ന്. അമ്മ ഇത് പുഴുവാണോ അമ്മ? പുഴുവാണോ മച്ചി? ഇത് പുഴുവാണോന്ന് നോക്കിയാണ്. ഇത് പുഴുവാണേലും തിന്നട്ടാ. ഇങ്ങനെ ഇരിക്കുന്ന ഫസ്റ്റ് ബൈറ്റ്. നേരത്തെ വാങ്ങ ഫസ്റ്റ് ബൈറ്റ് ഇല്ലെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരാതി. ഇത്ര അടിപൊളി മാങ്ങ കടയിലൊന്നും ഞാൻ ഈ മാങ്ങ കണ്ടിട്ടില്ല. കടയിലുണ്ടോ മാങ്ങ? ഞാൻ നോക്കുക. വല്ലവൻ്റെയും വീട്ടിൽ, നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മോട്ടിച്ചിന്ന ഒരു തരത്തിലെങ്കിൽ. ഇവിടുത്തെ പട്ടിക്ക് പിന്നെ എന്നാടാ മോനെ ഇന്നാടാന്ന് ഞാൻ ഒരു പറച്ചിലല്ലേ പറഞ്ഞുള്ളൂ. മാങ്ങാണ്ടി ഇരിക്കണോ? നക്കിയാക്കി ഇരിക്കാനാ. എന്നാടാ
കഴിഞ്ഞറിയോ? സോറി. ഇവിടെ അങ്ങോട്ടല്ലേ ഏത് അറിയപ്പോ റിയോ റിയോ മമ്മി കഴിക്കട്ടെ. നിന്നോ, ഇവിടെ അനിയനും എടുക്കത്തില്ല. തരാം. റിയോ നീ ഇത് കഴിച്ചൂടാ, ശരിക്കും അവനിത് കഴിച്ചൂടാ. നോക്കാൻ സമയമില്ല. നിന്റെ കൈ നോക്കി നോക്കി അങ്ങ് താഴെ വീണ് പോയി. എല്ലാം ആണല്ലേ അല്ലേ? ഇവിടെ രാവിലെ ഒരെണ്ണോ കിട്ടിയത്, അരമായിട്ട് കൂട്ടി. എന്റെ ഇമേജിന് ഫോട്ടോ എടുത്ത കാര്യങ്ങളൊക്കെ വീട്ടിൽ കിട്ടുന്നു. എന്താ പറഞ്ഞോ? ഒരു മാങ്ങ കൊണ്ടുവന്ന് ചെത്താൻ പോയിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നാനും കൊടുത്തു. ഞാൻ അവിടെ വെച്ചിരുന്ന ഞാൻ ചെത്തി ഞാൻ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞ് ചെത്തി എടുത്ത് ചെത്തി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ നല്ല വീഡിയോ എടുക്കണമെന്ന് ഞാൻ എടുത്തു. അന്നേരം പൊന്നു അതിട്ടം കഴിച്ചു. പൊന്നൂനോട് അത് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. പൊന്നൂരുടെ ചിഹ്നം അറിഞ്ഞ് കഴിക്കരുത്. അവൻ എല്ലാം ചെത്തി വെച്ചേക്കുന്നുണ്ട്. അവൻ എടുത്ത് കഴിച്ചു. അവൻ വിചാരിച്ച് 2-3 കവർ കൊണ്ട് വന്നായിരുന്നു. മീനായിരുന്നു. അവൻ വിചാരിച്ച് മാങ്ങയായിരിക്കും അത്രയും കവർ. മീനിന്റെ ഷേപ്പും മാങ്ങയുടെ ഷേപ്പും കണ്ട അവൻ അങ്ങോട്ട് മാങ്ങ തിന്ന് ഈ കൊച്ചങ്ങോട്ട് കരച്ചിലും തുടങ്ങി. പിന്നെ ഞാൻ കരച്ചിൽ തുടങ്ങി. വേറെ കഥ അടച്ചു. എന്റെ റൂമിൽ ചെന്നിരുന്ന് കരച്ചില്ലായിരുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ലേ? ഇല്ല. നേരത്തെ ചക്ക എന്തൊക്കെയാ ഒരു പട്ടിക്ക് വേണ്ടതെന്ന് ചോദിച്ചാ എന്തുവാടാ നിനക്ക് പ്രശ്നം? നീ പറയിച്ചിട്ട് തന്നെ വാങ്ങാണ്ടിരുന്നു. പട്ടിക്ക് വാങ്ങാൻ കൊട്ടൂടാ. അതവിടെ ഇരിക്കട്ടെ. അതില്ല മക്കളെ പറ്റിച്ചേ. ഞാനും കണ്ടിട്ടില്ല. പക്ഷെ മാങ്ങ എങ്ങനെയുണ്ട്? ഈ സൈസ് അത് മാവ് മുറിച്ച് എന്തെത്താ ഞാൻ ആലോചിക്കുക നിങ്ങളുടെ പാപ്പാക്ക് മീൻ കച്ചവടം വരുന്നു. ഗൈസ്, ഈ 3 ജനറേഷനാണ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് മമ്മി, മോട്ടാറമ്മ. മാങ്ങാട്ടിക്ക് കിട്ടുമോ? രാത്രിയായി പോയി. നിങ്ങൾക്ക് എന്തോ പ്രശ്നം? ഇത്രയും ഗതികെട്ടൊരു ഷിറ്റ്സു എനിക്കറിയത്തില്ല. അമ്മ അടങ്ങമ്മ, അതിനെന്തേലും പറ്റുമോ? എനിക്ക് പേടിയോ. അതുണ്ട് നക്കിയാ പറ്റും. വയറ്റിൽ എന്തെങ്കിലും പോയാലല്ലേ പറ്റൂ. എന്നാ പിന്നെ കയ്യാക്കിക്കോ. മക്കളെ നിനക്ക് എന്തൊക്കെ വേണം? അപ്പോഴും മാങ്ങ തീർന്നോണ്ട് ചക്കയിലാന്നോ? നാളെ ചക്ക പുഴുങ്ങി കൊടുക്കും. എത്തി തന്നാണ് ചക്ക പച്ച. എന്നാടാ 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 ചക്ക എന്നടാ അല്ലാതെ ചക്കയൊക്കെ തിന്നുന്ന. എന്നാടാ ഈ ചക്ക എന്നാണ്ടാ ഡാ എന്നാ ഇല്ല തിന്നില്ല. തിന്റെ കയ്യിൽ വീണ No. Cute dog. മക്കളെ ചക്കയൊന്നും തിന്നില്ല. ഒക്കെ മധുരം ഉള്ളതാ. ഒന്നിനും എൻജോയ് വേണം. ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ല. ചോറുണ്ടെന്നേ അത് കാണിക്കായിരുന്നു. ഓക്കെ ഗൈസ്, ബൈ.
അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റ പറയോ. കണ്ണിന്ന് വെപ്രാളം. ടാറ്റ ഒന്നും പറയാൻ സമയമില്ല. ടാറ്റ പറയോ. ടാറ്റാ.